എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണ വിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 76, 77, 78 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തമാണുള്ളത്. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ വളരെ ഭംഗിയായിട്ടാണ് കവി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അധികമൊന്നുമില്ല, അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം 76ാമത്തെ ശ്ലോകം നോക്കൂ. ദീയമാനാക്ഷതൗ വിപ്രൈഃ പുരോഹിത പുരോഗമൈഃ ദമ്പതീ സഹ പാർത്ഥേന നിനായ നൃപതിർഗൃഹാൻ. ആദ്യം പദച്ഛേദം പറയാം. ദീയമാനാക്ഷതൗ വിപ്രൈഃ പുരോഹിത പുരോഗമൈഃ ദമ്പതീ സഹ പാർത്ഥേന നിനായ നൃപതി ഗൃഹാൻ. അവസാനത്തെ ഒരു വാക്ക് മാത്രമേ ഉള്ളൂ പദച്ഛേദം പറയാൻ. വളരെ ലളിതമായിട്ടുള്ള, വളരെ വേഗം അർത്ഥം പറയാൻ പറ്റുന്ന ഒരു ശ്ലോകമാണ്. നൃപതി, ആ നൃപതിയാകട്ടെ, നഗ്നജിത്താകട്ടെ, പുരോഹിത പുരോഗമൈഃ വിപ്രൈഃ ദീയമാനാക്ഷതൗ ദമ്പതി, ദമ്പതിമാർ. ഇപ്പോൾ ശ്രീകൃഷ്ണനും സത്യയും ദമ്പതിമാരായല്ലോ. ജായാച പതിശ്ച ദമ്പതി എന്നാണ്. ഭാര്യാഭർത്താക്കന്മാരായല്ലോ ശ്രീകൃഷ്ണനും സത്യയും. അപ്പോൾ അവരെ രണ്ടുപേരെയും ദമ്പതി, അവരുടെ പ്രത്യേകത എന്താ, അവരുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ എന്നാണെങ്കിൽ, പുരോഹിത പുരോഗമൈഃ വിപ്രൈഃ, പുരോഹിതൻ മുതലായിട്ടുള്ള വിപ്രന്മാർ, പുരോഹിത പുരോഗമൈഃ, പുരോഗമന്മാരെന്ന് വെച്ചാൽ അവർ മുമ്പിൽ നടക്കുന്നു. പുരോഹിതനാണ് മുമ്പിൽ നിൽക്കുന്നത്. പുരോഹിതൻ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന മറ്റ് വിപ്രന്മാർ, ബ്രാഹ്മണരെല്ലാവരും ഉണ്ട്. അതാണ് പുരോഹിത പുരോഗമൈഃ വിപ്രൈഃ. ആ ബ്രാഹ്മണരാൽ ദീയമാന അക്ഷതൗ ദമ്പതി, ദീയമാനം നൽകപ്പെടുന്നതായ അക്ഷതങ്ങളോടുകൂടിയ ആ ദമ്പതിമാർ. അക്ഷതം എന്ന് പറഞ്ഞാൽ അരിയും നെല്ലും ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു മിശ്രമായിട്ടുള്ളൊരു ദ്രവ്യമാണ്. വളരെ മംഗളകരമായിട്ട് കരുതപ്പെടുന്ന ഒരു വസ്തു. അത് ശിരസിൽ അർപ്പിക്കാറുണ്ട്. വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ വധൂവരന്മാരെ സ്വീകരിക്കുമ്പോഴൊക്കെ അത് ശിരസിൽ അർപ്പിച്ചുകൊണ്ടാണ് അവരെ കയറ്റാറുള്ളത് വരൻ്റെ ഗൃഹത്തിലേക്ക്. ഇവിടെ വധുഗൃഹത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് പറയണത്. വിവാഹത്തിൻ്റെ പുറത്തിരുന്നുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടുപേരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ ബ്രാഹ്മണരെല്ലാവരും ഈ ദമ്പതിമാരുടെ ശിരസിലേക്ക് അക്ഷതങ്ങൾ അർപ്പിച്ചു. അതാണ് ദീയമാന അക്ഷതൗ ദമ്പതി. അക്ഷതം ശിരസിൽ വഹിച്ചു കൊണ്ടുവരുന്നവരായിട്ടുള്ള ആ ദമ്പതിമാരെ അവരെന്താ ചെയ്തത്? അവരെ രണ്ടുപേരെയും പാർത്ഥേന സഹ ഗൃഹാൻ നിനായ, ഒറ്റയ്ക്കല്ല, പാർത്ഥനോട് കൂടിയിട്ട്, ശ്രീകൃഷ്ണൻ്റെ കൂടെ എപ്പോഴും അർജുനനും ഉണ്ട്, അർജുനനോട് കൂടിയിട്ട് ഗൃഹാന്തർഭാഗങ്ങളിലേക്ക്, കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു. എന്തുകൊണ്ടാണ് അവിടെ അർജുനനെ പറ്റി ഇത്ര എടുത്തു പറയണത് എന്നുള്ളതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാനില്ല. ശ്രീകൃഷ്ണൻ്റെ സുഹൃത്താണ്, വിവാഹത്തിന് പങ്കെടുത്തിരുന്നു, വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ആവാം പാർത്ഥനോട് കൂടിയ ശ്രീകൃഷ്ണനെ, പാർത്ഥൻ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളിലും എന്ന് എടുത്തെടുത്ത് പറയണത്. പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊന്നും തോന്നണില്ല. പാർത്ഥനോട് കൂടിയിട്ട് ദമ്പതിമാരെയും പാർത്ഥനെയും ചേർത്തുകൊണ്ട് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു. അതാണ് പാർത്ഥേന സഹ ഗൃഹാൻ. ഗൃഹങ്ങളെന്ന് പറഞ്ഞാൽ മുറികളും അതുപോലെ കൊട്ടാരങ്ങളൊക്കെ ധാരാളമുണ്ട്. അതിൻ്റെ അകത്തളങ്ങളിലേക്ക് നിനായ നയിച്ചു. അപ്പോൾ അച്ഛനാണ് നയിക്കുന്നത്. പുരോഹിതനടക്കമുള്ള ബ്രാഹ്മണരെ അക്ഷതമെറിയുകയും ചെയ്തു. അങ്ങനെ മംഗളകരമായിട്ടുള്ള വിവാഹത്തിൻ്റെ ചടങ്ങുകൾ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 77ാമത്തെ ശ്ലോകം നോക്കാം. നാന്വജാനാത് സദമ്പത്യോ പ്രേമകാതരമാനസ തയോർദ്വാരവതീ യാത്രാം മാസമേകം മഹീപതി. ആദ്യം പദച്ഛേദം പറയാം. ന അന്വജാനാത് സ ദമ്പത്യോഃ പ്രേമകാതരമാനസ തയോഃ ദ്വാരവതീ യാത്രാം മാസം ഏകം മഹീപതി. വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ദ്വാരകയിലേക്ക് പോയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രേമകാതരമാനസ സ മഹീപതി. മകളോടും മകളുടെ ഭർത്താവിനോടും ഒക്കെ വളരെയധികം കരുതലുള്ളവനായ, വളരെയധികം പ്രേമപാരവശ്യമുള്ളവനായ, മകളെ പിരിയാൻ അതുപോലെ തന്നെ മരുമകനെയും പിരിയാൻ വളരെ വിഷമമുള്ളവനായിട്ടുള്ള
ആ രാജാവ് നഗ്നജിത്ത് പ്രേമ കാതരമാനസ, പ്രേമം കൊണ്ട് കാതരമായി തീർന്ന, വളരെ ദുർബലമായി തീർന്ന മനസ്സോടുകൂടിയ ആ രാജാവ്. സ മഹീപതി, ആ രാജാവാകട്ടെ തയോഹോ ദമ്പത്യോഹോ, ആ ദമ്പതിമാരുടെ ദ്വാരവതീ യാത്രാം, ദ്വാരവതി എന്ന് പറഞ്ഞാൽ ദ്വാരകയാണ്, ദ്വാരകയിലേക്കുള്ള പോക്കിനെ, ശ്രീകൃഷ്ണന് മടങ്ങി പോകണല്ലോ, ഭാര്യയെയും കൊണ്ടാണ് അവിടേക്ക് പോകേണ്ടത്. വിവാഹമൊക്കെ കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകും. രാജാവിൻ്റെ, അതായത് ഭർത്താവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ടല്ലോ, അത് അപ്പോഴൊന്നും സമ്മതിച്ചില്ല. എന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് സമ്മതിച്ചത് എന്നാണ് കവി വർണ്ണിക്കുന്നത്. എന്നാണെങ്കിൽ ദ്വാരവതീ യാത്രാം ഏകം മാസം ന അന്വജാനാത്, ഒരു മാസം വരെ ദ്വാരകയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. ന അന്വജാനാത്, അനുവദിച്ചില്ല. അതെന്തുകൊണ്ടാണ്? മകളോടുള്ള സ്നേഹാധിക്യം, മരുമകനോടുള്ള സ്നേഹം, ആദരവ്, ഇതൊക്കെ കാരണം കുറച്ച് കാലം ഇവിടെ കൂടിക്കോട്ടെ, കുറച്ചധികം കാലം, ഒരു മാസത്തോളം തന്നെ എൻ്റെ അടുത്ത് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും അതുപോലെ സത്യയും കൂടിയിട്ട് ദ്വാരകയിലേക്ക് പോകുന്നത് തടയുക ചെയ്തു. അത് അനുവദിച്ചില്ല എന്നർത്ഥം. ന അന്വജാനാത് ന അംഗീചകാര എന്നർത്ഥം. അതായത് പോവാൻ സമ്മതിച്ചില്ല, കുറച്ച് ദിവസം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്നർത്ഥം. മകളോടും മരുമകനോടുമുള്ളതായ അതീവ സ്നേഹം മാത്രമല്ല, ശ്രീകൃഷ്ണനോടുള്ള ബഹുമാനം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായ ബഹുമാന ആധിക്യം, എല്ലാം കാരണം അച്ഛൻ മകളെ അതുപോലെ തന്നെ മകളുടെ ഭർത്താവിനെയും തിരിച്ച് ദ്വാരകയിലേക്ക് പറഞ്ഞയക്കാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 78ാമത്തെ ശ്ലോകം നോക്കൂ. സാ വിവാഹകഥാ ശൗരേ സതാമാനന്ദമാവഹത് രാജ്ഞാം തു വൃഷഭഗ്നാനാം ക്ഷതേക്ഷാരമിവാഭവത്. വളരെ ലളിതമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. സാ വിവാഹകഥ ശൗരേഹ സതാം ആനന്ദം ആവഹത് രാജ്ഞാം തു വൃഷഭഗ്നാനാം ക്ഷതേ ക്ഷാരം ഇവ അഭവത്. ശ്രീകൃഷ്ണൻ കാളകളെ പിടിച്ചുകെട്ടിയിട്ട് സത്യയെ വിവാഹം കഴിച്ചു എന്നുള്ള കഥ ലോകം മുഴുവനും പ്രസിദ്ധമായി. അതാണ് ശൗരേഹേ സാ വിവാഹകഥ, ശൗര്യയുടെ ഈ വിവാഹകഥ. സാ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള, എല്ലാവരും ഇപ്പോൾ അറിഞ്ഞ, അതായത് വെറുതെ ചെന്ന് വിവാഹം കഴിക്കുകയല്ല, കാളക്കൂറ്റന്മാരെയൊക്കെ പിടിച്ചു കെട്ടി അഴിച്ചുവിട്ട് പിടിച്ചു കെട്ടിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. ആ ഒരു കഥയുണ്ടല്ലോ, വിവാഹം കഴിച്ചതിൻ്റെ കഥ, അത് സതാം ആനന്ദം ആവഹത്, അത് സജ്ജനങ്ങൾക്ക്, ശ്രീകൃഷ്ണനോട് വളരെയധികം ഭക്തിയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ ആനന്ദത്തെ ഉണ്ടാക്കി. അവർക്ക് എല്ലാവർക്കും നല്ല സന്തോഷമായി ഈ വാർത്ത കേട്ടപ്പോൾ. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത്ര വലിയ കാര്യം, ഇനി ഇതിലും വലുത് എന്ത് കൊടുത്താലും ശ്രീകൃഷ്ണനെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും, പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. പിന്നെയാണോ 6-7 കാളകളെ പിടിച്ച് കെട്ടണ കാര്യം എന്നൊക്കെ ഭക്തന്മാർക്ക് കാര്യമൊക്കെ മനസ്സിലായി. അവരുടെ മനസ്സിൽ വല്ലാത്തൊരാനന്ദം, വലിയൊരു സന്തോഷമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ അവരൊക്കെ സന്തോഷിക്കുമ്പോൾ വിഷമിക്കണ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതാണ് പറയണത്. വൃഷഭഗ്നാനാം രാജ്ഞാം തു ക്ഷതേ ക്ഷാരം ഇവ അഭവത്. വൃഷഭഗ്നാനാം രാജ്ഞാം, മറ്റു ചില രാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അവരവിടെ വന്നിട്ട് കാളകളെ പിടിച്ചു കെട്ടാൻ പറ്റാതെ, വിവാഹം കഴിക്കാൻ പറ്റാതെ പോയവരായിട്ടുള്ള രാജാക്കന്മാർ, അവരെ പറയണ പേരാണ് വൃഷഭഗ്നന്മാർ. വൃഷം കാള, കാളയാൽ അല്ലെങ്കിൽ ഈ കാളകളാൽ ഭഗ്നന്മാരായിട്ടുള്ളവർ, അവരുടെ ചവിട്ടും തൊഴിയൊക്കെ ഏറ്റിട്ട് മുറിവേറ്റ് പോയവർ, ഈ കാളക്കൂറ്റന്മാരുടെ ആക്രമണത്താൽ പരിക്കേറ്റവരായിട്ടുള്ള രാജാക്കന്മാരുണ്ടല്ലോ, അവർക്ക് എന്താണ് തോന്നിയത്? അവരുടെ ക്ഷതേ ക്ഷാരം ഇവ ഭവത്, അവരുടെ മുറിവിൽ ഉപ്പ് തേച്ച പോലെയായി. മുറിവിൽ ഉപ്പ് തേക്കുക എന്നുള്ളത് വളരെ ലോക്കലായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരു ഭാഷയാണ്. മുറിവിന് അല്ലെങ്കിൽ തന്നെ നല്ല വേദന ഉണ്ടാവും. ഉപ്പും കൂടി തേച്ചാലോ ഒന്നും കൂടി വേദന അല്ലെങ്കിൽ നീറ്റൽ ഇരട്ടിക്കും. അതുപോലെ ഇവർക്ക് കാളകളെ പിടിച്ച് കെട്ടാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമമുണ്ട്. ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ വിഷമമൊക്കെ നല്ലോണമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറ്റിയ ഒരാൾ വന്നു, അതായത് കാളകളെ പിടിച്ച് കെട്ടാൻ കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള ഒരാൾ വന്നു എന്നും, ആ ആൾ കാളകളെ പിടിച്ച് കെട്ടിയിട്ട് സത്യയെ വിവാഹം കഴിച്ചു എന്നുള്ള കഥയും കൂടി കേട്ടപ്പോൾ ഇവരുടെ മനസ്സിൽ വേദന വളരെയധികമായി. അവർക്ക്
ഈ കാളക്കൂറ്റന്മാരുണ്ടാക്കിയ വേദന അതോടൊപ്പം തന്നെ മനസ്സിന് മുറിവേറ്റു. അതിൻ്റെ ഒരു മറ്റൊരു രീതിയിലുള്ള വളരെ ആലങ്കാരികമായിട്ടുള്ളൊരു പറച്ചിലാണ് ക്ഷതേ ക്ഷാരമിവ, മുറിവിൽ ഉപ്പ് തേച്ചതുപോലെ വേദന, നീറ്റം, അസ്വസ്ഥത ഒക്കെ 10 മടങ്ങ് വർദ്ധിച്ചു. അതാണ് ഉണ്ടായത്. കാളക്കൂറ്റന്മാരെ പിടിച്ചു കെട്ടി ശ്രീകൃഷ്ണൻ സത്യയെ വിവാഹം ചെയ്തു എന്ന് കേട്ടതോട് കൂടിയിട്ട് അവർക്കൊക്കെ ദേഷ്യം വന്നു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദീയമാനാക്ഷതൗ വിപ്രൈഃ പുരോഹിത പുരോഗമൈഃ ദമ്പതീ സഹ പാർത്ഥേന നിനായ നൃപതിർഗൃഹാൻ നാന്വജാനാത് സ ദമ്പത്യോ പ്രേമകാതരമാനസ തയോർദ്വാരവതീ യാത്രാം മാസമേകം മഹീപതി. സാ വിവാഹകഥാ ശൗരേ സതാമാനന്ദമാവഹത് രാജ്ഞാം തു വൃഷഭഗ്നാനാം ക്ഷതേ ക്ഷാരമിവാഭവത്. വളരെ സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.